ബൈബിളിലെ 4-ാം അധ്യായം 10-ാം വാക്യമെന്താണെന്ന് നോക്കാം. യേശു സാത്താനോട്, സാത്താനേ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നു എഴുതിയിരിക്കുന്നുവല്ലോ എന്നു പറഞ്ഞു. ഇതിലൂടെ യേശു സാത്താനോട് പറയുന്നത് ദൈവത്തെ മാത്രമേ ആരാധിക്കുകയും നമസ്കരിക്കുകയും ചെയ്യാവൂ എന്നാണ് പറയുന്നത്. എന്താണ് ആരാധന എന്ന് നോക്കാം. ആരാധന എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തോടുള്ള ബഹുമാനത്തെയും സ്നേഹത്തെയും പ്രകടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ്. എങ്ങനെ ദൈവത്തെ ബഹുമാനിക്കാം? നിങ്ങൾ ഓരോരുത്തർക്കും ചെയ്യുന്നത് എനിക്കാകുന്നു ചെയ്യുന്നതെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഓരോരുത്തരെ പരസ്പരം ബഹുമാനിക്കുകയാണെങ്കിൽ ദൈവത്തെയാണ് ബഹുമാനിക്കുന്നത്. ഒരാൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുന്നത് ബഹുമാനത്തിന്റെ പ്രധാന ലക്ഷണമാണ്. അവർ പറയുന്നത് ശ്രദ്ധിച്ച് അതിന് ഉചിതമായ മറുപടി നൽകുക. ഇടയ്ക്ക് കയറി സംസാരിക്കാതിരിക്കുക. ഇതാണ് ഒന്നാമത്തേത്. 2. സംസാരിക്കുമ്പോൾ ദയവായി, നന്ദി, ക്ഷമിക്കണം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നത് ബഹുമാനം പ്രകടിപ്പിക്കാൻ സഹായിക്കും. ആരോടും മോശമായി സംസാരിക്കാതിരിക്കുക. 3. സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കുക, പുഞ്ചിരിക്കുക, അനാവശ്യമായി കൈകെട്ടി നിൽക്കുകയോ ശരീരഭാഷയിൽ അകലം പാലിക്കുകയോ ചെയ്യാതിരിക്കുക. ഇത് നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും ബഹുമാനിക്കുന്നുണ്ടെന്നും കാണിക്കുന്നു. ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു വ്യക്തിപരമായ ഇടം ഉണ്ടാകും. 4. ആവശ്യമില്ലാതെ മറ്റൊരാളുടെ അടുത്തു പോയി നിൽക്കുകയോ തൊടുകയോ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുകയോ ചെയ്യാതിരിക്കുക. 5. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാകും. അത് നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ പോലും അതിനെ ബഹുമാനിക്കാൻ പഠിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാന്യമായി അവ അവതരിപ്പിക്കുക. ഇതുവരെ ബഹുമാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സ്നേഹത്തെക്കുറിച്ച് പിന്നീടുള്ള വീഡിയോയിൽ പറയാം.